സാക്ഷി, ജീവിത വിജയത്തിന്റെ നേർസാക്ഷ്യം. ഞാൻ നടന്ന വഴികൾ. സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖർ തങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളും ജീവിത വിജയത്തിന് ആധാരമായ സംഭവങ്ങളും ഓർത്തെടുക്കുകയാണ് ജീവിതം സാക്ഷിയിൽ. ജീവിതം സാക്ഷിയിൽ ഇന്ന് നമുക്കൊപ്പം കഥാകൃത്ത്, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ശ്രീ KT ബാബുരാജാണ്. സ്വാഗതം ജീവിതം സാക്ഷിയിലേക്ക്. അമ്മയുടെ മുലപ്പാൽ അത്രയധികമൊന്നും കുടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അത്രയധികമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അമ്മയുമായിട്ട് എന്തുകൊണ്ടോ ചെറുപ്പം തൊട്ടേ ഒരു മാനസികമായ അകലം ഉണ്ടായിരുന്നു. അതിന് കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ അമ്മയെ എനിക്ക് കാണാൻ കിട്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. അധികാലത്ത് അമ്മ കൂലിപ്പണിക്കായിട്ട് പുറപ്പെട്ടു പോകും. വളരെ സന്ധ്യയാവും തിരിച്ചെത്താൻ. ആകെ വിയർത്ത് കുളിച്ച് മണ്ണും ചളിയും പുരണ്ട മുടിയൊക്കെ പാറിപ്പറന്ന ഒരു വികൃത കോലമായിട്ടാണ് അമ്മ വൈകുന്നേരം വീട്ടിലേക്ക് വരിക. വന്നപാടെ ഒരുപാട് നേരം വീടിൻ്റെ കോലായിലെ റങ്കലിൽ അമ്മ ഇരിക്കും. ചിലപ്പോഴൊക്കെ അമ്മയെ കെട്ടിപ്പിടിക്കാനായിട്ട് അല്ലെ അമ്മയുടെ മടിയിലൊന്നിരിക്കാനായിട്ടൊക്കെ ഞാൻ ഓടി ചെല്ലാറുണ്ട്. അപ്പോഴൊക്കെ അമ്മ എന്നെ പിടിച്ചു മാറ്റും. എന്നിട്ട് പറയും, മാറി നിൽക്കടാ, എൻ്റെ ദേഹം മുഴുവൻ ചളിയും വേർപ്പൊക്കെയാണ്, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ക്രമേണ അമ്മയുടെ അടുത്ത് ചെല്ലാൻ അല്ലെങ്കിൽ അമ്മയുമായിട്ടൊരു മാനസികമായ അകലം എന്നിൽ ഉണ്ടായി. രാത്രി ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നില്ല കിടന്നിരുന്നത്, ഞാൻ അമ്മമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. അമ്മമ്മയാണ് എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അമ്മയുമായിട്ടുള്ളൊരു മാനസികമായ അകലം എന്നിൽ രൂപപ്പെട്ടുവെങ്കിലും ഇങ്ങനെ അമ്മ എനിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എന്നെയല്ല അമ്മയ്ക്ക് ഇഷ്ടം, അമ്മയ്ക്ക് ഈ ലോകത്ത് മറ്റു പലരോടുമാണ് ഇഷ്ടം എന്നൊക്കെ ഒരു തോന്നൽ എന്നിലെ കുട്ടിക്കാലത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു തരം മാനസികമായ ഒരു അകൽച്ചയിലേക്ക് എൻ്റെ ബാല്യകാലത്ത് അമ്മയോടുള്ള അത്തരം ഒരു മനോഭാവത്തിലേക്ക് സ്വാഭാവികമായും നീങ്ങിപ്പോയിട്ടുമുണ്ട്. പിൽക്കാലത്ത് ഞാൻ ഒരുപാട് എഴുതിയപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാനൊരു അമ്മ മരിച്ചതിന് ശേഷവും ഞാൻ അമ്മയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടത്, അമ്മയെക്കുറിച്ച് ഞാൻ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. പല കഥകളിലും പല എൻ്റെ എഴുത്തുകളിലും ലേഖനങ്ങളിലും നോവലുകളിലും ഒക്കെ അമ്മ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പല എഴുത്തുകാരൊക്കെ പറയാറുണ്ട് അവരുടെ അമ്മയെക്കുറിച്ചിട്ട്, അമ്മയുടെ വാത്സല്യത്തെക്കുറിച്ചിട്ടും സ്നേഹത്തെക്കുറിച്ചും താങ്ങും തണലിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ മാറി നിന്ന് ഊറിച്ചിരിക്കും, എൻ്റെ ഉള്ളിൽ ഊറിച്ചിരിക്കും. ആ ഉള്ളിൽ ഊറിച്ചിരിക്കുമ്പോൾ എന്നിൽ പൊടിയുന്നത് ആ ചിരിക്ക് പകരം സങ്കടങ്ങളുടെ ഒരു പെരുമഴ എൻ്റെ ഉള്ളിൽ പൊടിയുമായിരുന്നു. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹവാത്സല്യങ്ങളൊക്കെ ലഭിക്കാതെ പോയതിൻ്റെ ഒരു കെറിവ് എനിക്ക് അമ്മയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അമ്മയുടെ ഒരു സാമൂഹ്യ വീക്ഷണം ഞാൻ പിൽക്കാലത്ത് നിരീക്ഷിച്ചപ്പോൾ അത് എത്രമാത്രം ഉദാത്തവും മഹത്വമായിരുന്നു എന്ന് ഞാൻ പിൽക്കാലത്ത് തിരിച്ചറിയുണ്ടായി. ഒരു ചെറിയ ഓർമ്മ, പണ്ട് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കാലം, അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വളരെ ദൂരത്തൊക്കെയാണ് പണിക്ക് പോവുക. ജോലി കഴിഞ്ഞ് വരുന്ന പല ദിവസങ്ങളിലും അമ്മയുടെ തലയിൽ വലിയ കെട്ടുകളൊക്കെ ഉണ്ടാവും. മിക്കവാറും ഈ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ അമ്മ വലിയ വരിക്ക ചക്കയൊക്കെ തലയിൽ വെച്ചിട്ടാണ് കിലോമീറ്ററുകളോളം നടന്നിട്ട് വീട്ടിലെത്തുക.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതം സാക്ഷി. പക്ഷേ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചക്ക ഒരിക്കലും അമ്മ വീട്ടിനകത്തേക്ക് കടത്തിയിരുന്നില്ല. അമ്മ അത് കോലായിൽ തന്നെ വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് തൊട്ടടുത്ത വീട്ടുകാരെയൊക്കെ അമ്മ വിളിക്കുകയായിരുന്നു. ജമീല, ആയിഷാബി, അല്ലെങ്കിൽ കയറു, ഡെയ്സി, ലീലെ എന്നൊക്കെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അയൽവക്കത്തെ പെണ്ണുങ്ങളൊക്കെ ഓടി വരികയും അമ്മ വലിയ കത്തിയാൾ കൊണ്ടുവന്നിട്ട് ഈ ചക്ക പല കഷണങ്ങളായിട്ട് മുറിക്കുകയും ഇവർക്കൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യും. ഒരു കഷ്ണം പോലും പലപ്പോഴും അമ്മ വീട്ടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ എവിടുന്നൊക്കെ ചക്കയും മാങ്ങയും മുരിങ്ങയും മുരിങ്ങയിലകളും തവരയും ഒക്കെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ നിരന്തരമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയായിരുന്നു. സത്യത്തിൽ ഐരിശത്തോടെയായിരുന്നു ഞാൻ അമ്മയുടെ ഈ പ്രവൃത്തികളെ നോക്കിക്കണ്ടിരുന്നത്. പലപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ദൂരം പേറിയിട്ട് നിങ്ങൾ ഈ ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവരുന്നത്? നാട്ടുകാർക്ക് എന്തിനാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എന്നൊക്കെ വളരെ ക്ഷോഭത്തോടെ അമ്മയോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ നിൽക്കുന്നു. മോനെ, കൊടുത്തതേ കിട്ടൂ. ആ ഒരു വാചകമാണ്, കൊടുത്തതേ കിട്ടൂ. നമ്മൾ എന്താണോ ഒരാൾക്ക് കൊടുക്കുന്നത് അതിനുള്ള പ്രതിഫലമേ നമ്മൾക്ക് കിട്ടൂ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലം എനിക്ക് പിന്നെയും വേണ്ടി വന്നു. അപ്പോൾ സത്യത്തിൽ അമ്മ ഒരു മാതൃക സ്ത്രീയായിട്ട് എൻ്റെ മനസ്സിൽ പിന്നീടാണ് നിറയാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് കിട്ടാതെ പോയ സ്നേഹം, എനിക്ക് തരാതെ പോയ സ്നേഹമല്ല, അത് അമ്മയുടെ സാന്ദർഭികമായിട്ട് ആ ഒരു സന്ദർഭത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ നിന്ന് അമ്മ അങ്ങനെ ആയിത്തീർന്നതാണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് പിൽക്കാലത്ത് ഉണ്ടായി.